അനുഭവം ഗുരു. കുജേ, നമ്മൾ 2 കോടി ചോദിച്ചു, അവൻ 4 പേരെ തട്ടി. ഇവൻ 1.5 കോടി ചോദിച്ചു, അവൻ 3 പേരെ തട്ടി. ഇനി 1 രൂപ പോലും ചോദിക്കണ്ട. ചോദിച്ചാൽ നമ്മൾ ആരും ഇനി ബാക്കി ഉണ്ടാവില്ല. നീ എന്ത് പറയുന്നു? ഇതൊരു കൈവിട്ട കളിയാണ് മോനെ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പണി കിട്ടുമ്പം പഠിച്ചോളും. എന്റെ ആളുകളെ കൊന്നവൻ തന്നെയാണ് നിങ്ങളുടെ ആളുകളെയും കൊന്നിരിക്കുന്നത്. നമുക്ക് 2 പേർക്കും അവനെ വേണം. നമ്മുടെ കൈ കൊണ്ട് അവനെ കൊല്ലണം. നമ്മുടെ ആളുകളെ കൊന്നവനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പോയ 3 പേരെ അവൻ കൊന്നളഞ്ഞു. എന്റെ അനിയനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആരാ കൂടെ പോയത്? ഇവനാരെയും കണ്ടിട്ടില്ലെന്നാ പറയുന്നേ. നിനക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ലണ്ണ. ഇയാളെ കോപ്പ ശരിക്കൊന്ന് ഓർത്തു നോക്ക്. അവൻ ദൂരെയും ആയിരുന്നിരിക്കില്ല, അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. നമ്മുടെ ആളുകൾ എവിടെയൊക്കെ പോയെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ലണ്ണ. ശരിക്കും ഓർത്തു നോക്ക്. ഏതോ ഒരുത്തൻ ഒറ്റയ്ക്ക് നമ്മുടെ ആളുകളെ ഫോളോ ചെയ്ത് അവിടേക്ക് കറങ്ങി നടന്നു. കമോൺ, തിങ്ക് 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 തിങ്ക്. ഒരുത്തൻ നമ്മുടെ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ആളുകൾ ക്യാഷ് എടുത്തോണ്ട് പോകുന്നവരെ അവൻ പുറകെ ഉണ്ടായിരുന്ന. മിക്കവാറും അവൻ തന്നെ ആയിരിക്കും. നീ എന്നോട് ഞാൻ ചോദിക്കാം. റിലാക്സ് ബാലുഭായ്, റിലാക്സ്. അവനെ ഇനി കണ്ട നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയണ്ണ. അങ്ങനെ മറക്കുന്ന മുഖമല്ല അവന്റെ. എങ്ങനെ ഇരിക്കും അവൻ? ഗുരുദേവ, ഇതാണ് ലാസ്റ്റ്. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്ന പരിപാടി ഈ ചാരി ഇതോടെ നിർത്തി. അതൊക്കെ ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടൂടാ. കാലം ദുർഗന്ധം ഇപ്പൊ സഹിക്കണ്ടേ? എടാ, കൂടുതലിട്ട് കഴിഞ്ഞാൽ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്ന് നിർബന്ധം പിടിക്കരുത്. അതല്ല വിവരദോഷം പറയാതിരിക്കുക. ദോഷം കാട്ടല്ലേ? ഒന്നും മിണ്ടണ്ട വരിക. ക്ഷമിക്കേ ബാലുഭായി, നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോ അനിയൻ മരിച്ചു പോയത് സങ്കടായി. അതിന് അല്ല, ഞാൻ നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ പറഞ്ഞതല്ല കേട്ടോ. എടാ ചാരി, കർമ്മങ്ങൾ തുടങ്ങുക, വേഗം ആയിക്കോട്ടെ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണ്ണം. അതെ, ഈ അരി അങ്ങോട്ട് വാങ്ങുക, ആ ശവങ്ങളുടെ വായിലേക്ക് അങ്ങോട്ട് ഇടുക. ആ, ഇത് 3 എടുത്തോണ്ട് പോയി കത്തിച്ച് കളയാ. അല്ലല്ല, നോമ്പ് ഉദ്ദേശിച്ചത് ദഹിപ്പിക്കുക എന്നാണ്. ഇത്ര പെട്ടെന്നോ? വായിക്കരിയിട്ടതല്ലേ ഉള്ളൂ. എന്നാ പിന്നെ അരി വേവിച്ച സാമ്പാറും തോരനും കൂട്ടി ഒരു സദ്യ കൊടുത്തു വിടാം. ബാലുഭായ്, ആ ദക്ഷിണ ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കില്. സക്കീറേ, റൗഡികളാണെങ്കിലും സിനിമാക്കാരെ പോലെ തെണ്ടികളല്ല. കർമ്മം ചെയ്യാമെന്നവനെ കൊലയാളിയാക്കുന്നുടാ പന്നം. എന്താ, എന്തുകൊണ്ടായിക്കൂടാ? നമ്മുടെ ബിസിനസ്സിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല. ഒരു സംശയം വേണ്ടണ്ണ, ഇവൻ തന്നെയാ. ഈ കുടുംബിയാന്നവൻ ക്യാപ്പ് വെച്ച് കവർ ചെയ്തിരിക്കുകയായിരുന്നു. നീ വെറുതെ ചൂടാവണ്ട. ഇതൊരു നിസ്സാര കാര്യമല്ല, സീരിയസ് കാര്യമാ. പൂജാരിയാണെന്ന് കരുതി അവനെ വെറുതെ വിടരുത്. അവന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാം. എന്നിട്ട് അവിടുന്ന് ഞാൻ നിങ്ങളെ വിളിക്കാം. പാടാ പിള്ളേരെ. അപഹാരം കാണുന്നുണ്ട്. നിങ്ങളുടെ മോൻ എവിടെ? നമ്മുടെ മോനല്ല, ജാതകം നോക്കണം നോമ. അല്ല, നിങ്ങളുടെ മോൻ എവിടെ? നോം പറയണത് അങ്ങോട്ട് കേൾക്ക. പറഞ്ഞോളൂ. നിങ്ങളുടെ 1 വീക്ക് 1 സ്ട്രോങ്ങാ. ഏത് വീക്ക് ഏത് സ്ട്രോങ്? ശുക്രൻ വീക്ക്, ശനി സ്ട്രോങ്ങാ. ഈ വർഷം നിങ്ങൾക്ക് ബഹുമോശ. അടുത്ത വർഷം ഇതിനേക്കാളും മോശ. ഈ അടുത്ത കാലത്തും എനിക്കൊരു മാറ്റം ഉണ്ടാവില്ലേ? അല്പം മാറ്റം അടുത്ത വർഷ. മിക്കവാറും കുത്തുപാള. ഈ കാപ്പി കുടിച്ചോളാ. താനാരാ? അതെ, തന്നെ ഞാൻ എവിടെയോ കണ്ടിരിക്കണു. സുബ്രഹ്മണ്യോ, എടാ ചാരി, അടുത്ത പാഴ് ഇങ്ങോട്ട് കേറിയിരിക്കുക. ഗുരുദേവ, എന്താ ഒരു പാരവശ്യം? ഒരു ശുഭവാർത്ത പറയാനുണ്ട്, ഇങ്ങോട്ട് കേറുക. കോടിക്കണക്കിന് കാശ് കിട്ടുന്ന എന്തോ പരിപാടി ഒത്തിട്ടുണ്ടല്ലോ. കോടിയോ? അങ്ങനെ അങ്ങോട്ട് പോയാ എങ്ങനെയാ? കുറച്ചുകൂടി പറയാണ്ടേ? ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? മനുഷ്യൻ കൈ നോക്കിക്കുന്നത് 4 നല്ല കാര്യം അറിയാൻ വേണ്ടിയാ. ആളെ വടിയാക്കുന്ന ഇഡിയറ്റ്. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ അമ്മായി ഫോൺ ചെയ്യുന്നു. എന്തിനാ ഗുരുദേവ? അന്ന് പബ്ബിന്ന് വന്നത് മുതലേ വേളി കഴിക്കണം എന്ന് പറഞ്ഞ അത് ഒറ്റക്കാലി നിൽക്കുക. മരങ്കേറി ഗുരുദേവന്റെ വേളിയാൻ പോവാ. അനുഭവിച്ചോളുക. അമ്മേ, ചാരിയെങ്ങാനും ഇഷ്ടമെന്നറിഞ്ഞ പട്ടു മിക്കവാറും തൂങ്ങിച്ചാവും. അവൻ പോയി ചാവണമെങ്കിൽ ചാവട്ടെ. അവനെ കുറിച്ച് ആലോചിച്ച് നീ നിന്റെ ജീവിതം പാഴാക്കണ്ട. വന്നൂന്നാ തോന്നണേ. വരിക പട്ടു. ചന്തു എവിടെ? അവളവിടെ നാണിച്ചിരിക്കുക. ഞാൻ വിളിക്കാം. ചന്തു, ഗുരുദേവ, ഇവളെന്തിനാ എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കണേ? പുറത്തു പോവാ. ഞാനൊന്നും ഉദ്ദേശിച്ച വേണ്ട ചന്തു, നമുക്ക് മറ്റാരും വേണ്ട. നീയും ഞാനും അമ്മായി.
നീ പുറത്തു പോയിരിക്കുക. രണ്ടുപേരകത്തു പോയി ഒരു തെന്മടിയിൽ വന്നു. ഞാനൊരു പ്രേമത്തിൽ വീഴുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ പെട്ടുപോയി. അക്കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ എനിക്ക് നല്ല ടെൻഷനുണ്ട്. കേൾക്കുമ്പോ നമുക്ക് കൊണ്ടൊരു സംഭ്രമം. നോവ് ഇപ്പൊ വരാം. എടാ ചാരി, വെളി കഴിഞ്ഞോ? ഒരു വല്ലാത്ത അവസ്ഥയാടാ. നമ്മുടെ ഹൃദയം ഇങ്ങനെ വിറയ്ക്കണ പോലെ. പ്രായം കുറെ ആയതല്ലേ, ഉറപ്പായിട്ടും വിറയ്ക്കും. ഡാ മിണ്ടരുത്. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? അവൻ വന്നു, സംസാരിച്ചു, ഇവൻ അവിടെ തന്നെ നിന്നു. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? മിണ്ടായിരിക്കടാ, കാത്തിരുന്ന് കാണാം. ഇതെന്താ കഥ? കാലത്തെ മുതൽ ഈ വാനരന്മാരെ നമ്മളെ ഫോളോ ചെയ്യണല്ലോ. അവന് നമ്മളെ കുറിച്ച് സംശയം തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് അവന്റെ വരവ്. നിങ്ങളൊന്നും മിണ്ടണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. സുബ്രഹ്മണ്യോ, സുബ്രഹ്മണ്യോ, എവിടെയാടപ്പ? കളവാ, എന്നെ കണ്ട ശേഷമല്ലേ താൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചത്. ഇതിനിടയ്ക്ക് തന്നെ ഫോൺ റിങ്ങും ചെയ്തു. എന്താ അത്? ഇതെന്റെ ഫോണിന് ഇടയ്ക്കിടയ്ക്കുള്ള സൂക്കാണ്. അത് തന്നെയാ ചോദിച്ചത്. സൂക്കെടുത്ത് എനിക്കോ തന്റെ ഫോണിനോ? ചിലപ്പോ എനിക്കും ചിലപ്പോ എന്റെ ഫോണിനും. എന്തിനാ എന്നെ ഫോളോ ചെയ്യണേ? എന്റെ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ കണ്ടു. ദാ ഇപ്പൊ ഇവിടെയും. എന്താ? ഒന്ന് തിരുമേനി, ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്തൊന്നും അല്ല. ഞങ്ങളുടെ വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. സമയമാകുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവും. അതുവരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാര്യം എന്താ വെച്ചാ പറയാ. ചാരി, ഇങ്ങോട്ട് വരിക. നോവ് ഇയാളെക്കാളും ഭേദം തന്റെ ഫോൺ തന്നെയാ. ദേവായിരുന്നു ഗുരുദേവ. വരിക ഇങ്ങോട്ട്. എന്തിനാ ഗുരുദേവ ഇങ്ങനെ കാരണേ? എന്റെ കൂടെ അകത്തേക്കൊന്ന് വരിക. ഞാനോ? എന്തിനാ? നീ കൂടെ ഇല്ലാച്ചാ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വൈക്ലഭ്യം. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയതല്ലേ, പിന്നെന്താ ഒരു കുണ്ഠിതം? കാര്യം അതല്ലടാ. പ്രേമൊന്നും വേളിന്നൊക്കെ പറയണു, എന്നാ കാര്യങ്ങളൊട്ട് വ്യക്തമാക്കണില്ല. എനിക്ക് അങ്ങോട്ട് നിർബന്ധിക്കാനും വയ്യേ. നീ ഒന്ന് സംസാരിക്ക. വരിക. ഭട്ടതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഉവ്വ്, പറഞ്ഞിരിക്കണോ. കുട്ടിക്ക് ഇഷ്ടക്കേടില്ലാലോ? അവന്റെ ഇഷ്ടത്തിന് എന്താ ഇവിടെ പ്രാധാന്യം? തീരുമാനം നമ്മുടെ അല്ലേ? എന്താണ് ഇത്? ഇവനിപ്പോ അവിടുന്ന് പുറത്തു വന്നു. ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് നീ ഡ്രസ്സും മാറിയോ? പോടാ കൈക്ക് പണിയുണ്ടാക്കല്ലേ. ഉള്ള സത്യം പറഞ്ഞിട്ട് വണ്ടി വിട്ടോടാ. മതിയോടാ. ഇതെന്താടാ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിയ ഇതിനിടയ്ക്ക് അവൻ വേഷം മാറി വന്നതാ. അതോ ഇവന്മാരിനി രണ്ടുപേരാണോ? ശാസ്ത്രികൾ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ അതൊരു തീരുമാനമായി. കുറവായി കാണണ്ട. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ മുൻകൈ എടുത്ത് ചന്തുവിന്റെയും ചാരിയുടെയും വേലി നടത്തുക. എന്തൊക്കെയായി പറയണേ? അവര് പറഞ്ഞത് ശരിയായ കാര്യാടാ. നോമാണ് കഥ അറിയാതെ ആട്ടം കണ്ടത്. മൂന്നും കൂടി ചേർന്ന് നമ്മെ വിഡ്ഢിയാക്കുകയായിരുന്നല്ലേ. ഗുരുദേവ, കൂടെ നിന്ന് എന്റെ കുതികാലി വെട്ടി. തെറ്റ് പറ്റിയത് എനിക്കാ. നടക്കട്ടെ, നോം കാണിച്ചു തരാം. ഗുരുദേവ, ഒന്ന് പറയുന്ന അങ്ങോട്ട് കേൾക്ക. നിർത്തുക. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഗുരുദേവ എന്ന് വിളിച്ചെന്റെ കൃഷ്ണ കൂടെ നിന്ന് ചലിച്ചില്ലേ? അതല്ല ഗുരുദേവ. ഇവന്മാർ ഇരട്ടകളാണോടാ? ഇതൊക്കെ അവന്റെ ഒരു നാടകമല്ലേണ്ണ. ഗുരുദേവ ഇങ്ങനെ ചാടി തുള്ളി കുഴപ്പമില്ല, പോകാൻ എനിക്ക് അടങ്ങ്. കേൾക്കണില്ല. എനിക്ക് പറയാനുള്ളത് എന്റെ കേൾക്കാൻ കണ്ണുമുമ്പിൽ കണ്ടുപോകരുത്, അശ്രീകരം. എടോ ഓട്ടക്കാരാ, ഇങ്ങനെ വരാ. പോണടാ, കേരള